കേന്ദ്ര സർക്കാരിനെതിരായ സമരത്തിൽ നിന്നും പിന്നോട്ടില്ലെന്ന് കർഷക സംഘടനകൾ. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മരണം വരെ നിരാഹാരം തുടരുമെന്ന് കർഷക നേതാവ് ജഗജീത് സിംഗ് ദല്ലേവാൾ പറയുന്നു. ദല്ലേവാളിന്റെ നിരാഹാര സമരം 36-ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരം അവസാനിപ്പിക്കുന്ന ദല്ലേവാളിന് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് ഖനൌരിയിലെത്തിയ മീഡിയ വൺ സംഘത്തോട് കർഷക നേതാവ് ലഖ്വീന്ദർ സിംഗ് പ്രതികരിച്ചു. ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതി മറ്റന്നാൾ വരെ സമയം അനുവദിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പി ആർ അരവിന്ദുമൊപ്പം ധനസുമോദ് ഖനൌരിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അരവിന്ദ്, സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ എന്താണ്? നിഷാദ്, ജസ്റ്റിസുമാരായ സൂര്യകാന്ത് അതുപോലെ തന്നെ സുധാൻഷു ദൂലിയ എന്നിവരടങ്ങിയ സുപ്രീം കോടതി അവധിക്കാല ബെഞ്ചാണ് ദല്ലേവാളിന്റെ നിരാഹാര സമരവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചത്. എന്നാൽ ഹർജികൾ പരിഗണിച്ചപ്പോൾ തന്നെ പഞ്ചാബ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി ദല്ലേവാളിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു. 3 ദിവസത്തെ സമയമാണ് പഞ്ചാബ് സർക്കാർ കോടതിയോട് ആവശ്യപ്പെടുത്തത്. എന്തായാലും കേസ് മറ്റന്നാൾ പരിഗണിക്കും. മറ്റന്നാൾ വരെയാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാരിന് സമയം സുപ്രീം കോടതി നീട്ടി നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പഞ്ചാബ് സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചത് കേന്ദ്ര സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായാൽ ദല്ലേവാൾ ഇത്തരത്തിൽ വൈദ്യസഹായം തേടുവാൻ തയ്യാറാണെന്നും സുപ്രീം കോടതിയിൽ ഇന്ന് പഞ്ചാബ് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2 ദിവസം കൂടി ഇപ്പോൾ കാത്തിരിക്കാമെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റന്നാൾ വരെയാണ് ഇപ്പോൾ പഞ്ചാബ് സർക്കാരിന് സമയം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ കർശനമായ താക്കീതായിരുന്നു പഞ്ചാബ് സർക്കാരിനെതിരെ സുപ്രീം കോടതി നൽകിയത്. കൃത്യമായി ദല്ലേവാളിനെ ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാണെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ കർഷക സംഘടനകൾ വലിയ രീതിയിലുള്ള ബന്ദ് പഞ്ചാബിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ റോഡുകൾ അടക്കം അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. നിശാന്ത്.